നമ്മുടെ ഈ തിരുവോണ നാളിൽ പുതുതലമുറയ്ക്ക് ലഭിക്കാത്ത ഒന്നുണ്ട്. വീട്ടിലെ സദ്യവട്ടവും പാചക ഒരുക്കങ്ങളും. വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള മടി കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ കാറ്ററിംഗ് സർവീസുകളെയാണ് മലയാളികൾ ആശ്രയിക്കുന്നത്. കാറ്ററിംഗ് ഓണവിശേഷങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് രാഹുലിലേക്ക് ഒന്ന് പോയിട്ട് ഇടുക്കിയിൽ രാഹുലുണ്ട്. രാഹുൽ, ഹാപ്പി ഓണം, വെരി ഗുഡ് മോർണിംഗ്. ഏതാ പായസം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അരുൺകുമാറിന് നമ്മുടെ പെൺപുലികൾക്കും ഹാപ്പി ഓണം. പായസം അല്ല, മോരുകറിയാണ് ഇളക്കുന്നത്. മോരുകറിക്ക് ഇത്ര ഇളക്കണ്ട. അല്ല, അധികം വേവില്ലല്ലോ. മോരുകറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? പുളിശ്ശേരിയാണോ? പുളിശ്ശേരിയാണോ? പുളിശ്ശേരിയാണോ രാഹുൽ? അതെ ആര്യ, പുളിശ്ശേരിയാണ്. ഇപ്പോഴത്തെ ആ ഓണം ഒരു കേറ്ററിംഗ് ഓണം കൂടിയാണ്. കാരണം പണ്ട് കാലത്ത് 90s-ന്റെ 80s-ന്റെ ഒക്കെ ചെറുപ്പകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ബന്ധുക്കളെല്ലാം ഒരു വീട്ടിൽ കൂടും. അതിനുശേഷം എല്ലാവരും ചേർന്ന് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കും. അമ്മമാരൊക്കെ തേങ്ങയൊക്കെ ചിരകുമ്പോൾ നമ്മൾ ആരും കാണാതെ ഒന്ന് അടുത്ത് പോയി നൈസായിട്ട് ആ തേങ്ങയൊക്കെ എടുത്ത് ഒന്ന് കഴിക്കുന്ന, കട്ട് തിന്നുന്ന ഒരു ഓർമ്മയൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ നേരെ തൊട്ടടുത്തുള്ള കേറ്ററിംഗ് സർവീസ് വിളിക്കും. ചേട്ടാ ഒരു 10 പേർക്ക് ഊണ് വേണം, അല്ലെങ്കിൽ 5 പേർക്ക് സദ്യ വേണമെന്ന് പറയും. അതോടുകൂടി ആ ഓണസദ്യയുടെ ചിറ്റവട്ടങ്ങൾ തീർന്നു. എന്താണെങ്കിലും കേറ്ററിംഗ് സർവീസുകളിലൊക്കെ വലിയ ഒരുക്കങ്ങളാണ്, വലിയ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തോരൻ, മറുഭാഗത്ത് പുളിശ്ശേരി, ഇതാ ഇവിടെ പരിപ്പ് കറി റെഡി ആവുന്നു. ചെറിയ ചെറിയ കറികളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അടിമാലിയിലെ ഒയാസിസ് കേറ്ററേഴ്സ് എന്ന സ്ഥാപനത്തിലാണ്. ഏതാണ്ട് 30ഓളം വർക്കാണ് ഇന്ന് അവർക്കുള്ളത്. ഏതാണ്ട് 5000 പേർക്കുള്ള സദ്യയാണ് ഇന്ന് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആവുന്നു. ഏതാണ്ട് 11 മണിയോടെയൊക്കെ വീട്ടിലെത്തിക്കാൻ പാകത്തിനുള്ള ഒരുക്കങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ അടുപ്പിലുള്ളത് അരിപ്പായസമാണ്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അരിപ്പായസമാണ്. തിരുവനന്തപുരത്തൊക്കെ അടപ്രഥമനും പാലടയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഇടുക്കിക്കാർക്ക് അല്പം പ്രിയം അരിപ്പായസമാണ്. ഇത്തവണ എങ്ങനെയുണ്ടായിരുന്നു ഷൈൻ ചേട്ടാ? കുഴപ്പമില്ലായിരുന്നു. അത്തം മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് നമുക്കൊരു 10,500 പേർക്ക് മേളിലുണ്ട്. ഒരു 35 അടുത്ത് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം അടുപ്പിലാണല്ലേ? അരുൺ, എന്താണെങ്കിലും ഓണസദ്യ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഇവർ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു വിറകടുപ്പിൽ കത്തിച്ചാൽ ഭക്ഷണത്തിന് കുറച്ചുകൂടി രുചി കൂടും ആൾക്കാർ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ കാര്യം? ഒന്നുകിൽ അതിന് രുചി കൂടണമെങ്കിൽ പുകയടിക്കണം. ചോറ് വേവിച്ചെടുക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കുക്കറിൽ ചോറ് വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു ആ ചോറ് കുറച്ചുകൂടി വെള്ളത്തിന് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പണ്ടൊക്കെ മറ്റേ കലത്തിലൊക്കെ ചോറ് വേണം, ഒന്നിലൊന്ന് തൊടാതെ ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റണം അല്ലേ ചോറ്. ഓക്കെ, അപ്പൊ അത് ശരിയായിരിക്കും.